Good morning, all. Good morning, ma'am. 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 കന്യാസുട്ട് നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ എല്ലാം? നെക്സ്റ്റ് എടുക്കാലോ? നെക്സ്റ്റ് എടുക്കാം അല്ലേ? ഓക്കെ. നീഡ് വരല്ലേ മിസ് എടുത്തിരുന്നേ? നീഡ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് അല്ലേ? അതെടുത്തില്ലേ? നെക്സ്റ്റ് വാല്യൂസ് ജനറേറ്റഡ് ബൈ ദി ഓർഗനൈസേഷൻ വിത്ത് എൻ ഇന്റേണൽ ഓഡിറ്റ്. ഒരു ഇന്റേണൽ ഓഡിറ്റ് കൊണ്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന വാല്യൂസ് അല്ലെ, മൂല്യങ്ങൾ എന്തെല്ലാമാണ്? എന്തൊക്കെയായിരിക്കും മൂല്യങ്ങള്? ഒരു ഹോസ്പിറ്റലില് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവിടെ ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്തി കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന മൂല്യം എന്തൊക്കെയായിരിക്കും? അവരെ റെപ്യൂട്ടേഷനെ വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ? പ്രശസ്തി സാധിക്കുമോ? പിന്നെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാം അല്ലെ? കൃത്യത, ആക്യുറസി ഉണ്ടാക്കിക്കൂടെ? അവർക്ക് ഇംപ്രൂവ്മെന്റുകൾ വരുത്തിക്കൂടെ? അവിടുത്തെ എന്താണ്, നമ്മ ഒരു ഓഡിറ്റ് നടത്തി കഴിഞ്ഞാല് നമ്മൾ അവിടുത്തെ പിറ്റ്ഫോൾസുകൾ അല്ലെ, പഴുതുകൾ, പോരായ്മകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ നമുക്ക്? റെസ്പോൺസിബിലിറ്റി ഉണ്ടോ? അപ്പൊ അവർക്ക് അതൊക്കെ ഓവർകം ചെയ്ത് അവരുടെ ഒരു ഓർഗനൈസേഷനിലെ സക്സസിലേക്ക് നയിക്കാൻ സാധിക്കുന്നുണ്ടോ ഒരു ഓഡിറ്റ് കൊണ്ട്? അപ്പൊ നോക്കിയേ എന്തൊക്കെയാണെന്ന്. ടെക്നിക്കലി ഇന്റേണൽ ഓഡിറ്റ് ഈസ് എ കോസ്റ്റ് സെന്റർ ഇൻ ദി കമ്പനി അല്ലെ? ടെക്നിക്കലി സാങ്കേതികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു കോസ്റ്റ് സെന്റർ ആണ് അല്ലെ? അവർക്ക് ചെലവ് വരുന്ന ഒരു കാര്യമാണോ? ആണോ? അതിനുള്ള ഓഡിറ്റേഴ്സിനെ നിർത്തണം അല്ലെ? അപ്പൊ അതൊരു ചെലവ് വരുന്ന കാര്യമാണ്. പക്ഷെ ഇതെന്താണ്? ഇറ്റ് ഡസ് നോട്ട് ജനറേറ്റ് റവന്യൂ. ഈ ഒരു ഓഡിറ്റ് നടത്തുന്നത് കൊണ്ട് അവർക്ക് റവന്യൂ, വരുമാനം ഉണ്ടാവുന്നുണ്ടോ? ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയില്, ഒരു ബാങ്കില് അവർ ഓഡിറ്റ് നടത്തുന്നത് കൊണ്ട് അവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ടോ? ചെലവാകുന്നതല്ലാതെ വരുമാനം ഉണ്ടോ? ഇല്ല അല്ലെ? നോട്ട് ജനറേറ്റ് റവന്യൂ, അത് അവർക്ക് വരുമാനം ഉണ്ടാക്കുന്നില്ല. However, a good internal function can be profoundly important to the survival and the prosperity of any organization. Right? However, എന്നിരുന്നാലും ഒരു നല്ലൊരു ഇന്റേണൽ ഫംഗ്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം? പ്രൊഫണ്ട്ലി ഇമ്പോർട്ടന്റ് അല്ലെ? വളരെ പ്രധാനമുണ്ട്. എന്താണ്? ടു ദ സർവൈവൽ ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് എനി ഓർഗനൈസേഷൻ അല്ലെ? ഒരു ഓർഗനൈസേഷന്റെ നിലനിൽപ്പിനും അവിടുത്തെ പ്രോസ്പെരിറ്റി അല്ലെ, സമൃദ്ധിക്കും വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഓഡിറ്റിംഗ്, ഇന്റേണൽ ഓഡിറ്റിംഗ്. ആണോ? ആണോ അല്ലേ? ആണല്ലേ? എന്താണ്? ഇന്റേണൽ ഓഡിറ്റ് നോക്കിയാലല്ലേ അവർക്ക് മനസ്സിലാകുള്ളൂ അവരെ പോരായ്മകൾ അല്ലെ? അവിടെ പ്രോസസ്സുകളിൽ ഫ്രോഡ്സുകൾ മനസ്സിലാക്കാം അല്ലെ? അവരുടെ പ്രോസസ്സിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തണം അല്ലെ? സിസ്റ്റത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തണം അല്ലെ? എൻവയോൺമെന്റില്, അവിടുത്തെ ലോസില്, റെഗുലേഷൻസിൽ അതൊക്കെ നമുക്ക് ഓഡിറ്റ് നടത്തിയാലേ മനസ്സിലാക്കുള്ളൂ. ആ എല്ലാ കാര്യങ്ങളും വിലയിരുത്തിയാലേ നമുക്ക് മനസ്സിലാകുള്ളൂ.
അപ്പൊ എന്താണ് സർവൈവൽ ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് എനി ഓർഗനൈസേഷൻ, ഏതൊരു ഓർഗനൈസേഷന്റെയും നിലനിൽപ്പിനും സമൃദ്ധിക്കും വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് ഇന്റേണൽ ഓഡിറ്റിംഗ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് unlike external auditors, internal auditors look beyond financial statement reporting risk to consider broader issues such as the organization reputation, operational efficiency and strategies, both its impact on the environment and the way it treats its employees. എന്താണ് എക്സ്റ്റേണൽ ഓഡിറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആന്തരിക ഓഡിറ്റിംഗിൽ എന്താണ് നമ്മ പറഞ്ഞു? എക്സ്റ്റേണൽ ഓഡിറ്റിംഗില് എന്തുമാത്രമാണ് അവർ വിലയിരുത്തുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ ആണോ? ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകൾ മാത്രമല്ലേ എക്സ്റ്റേണൽ ഓഡിറ്റിംഗില്ല. പക്ഷെ ഇന്റേണൽ ഓഡിറ്റിൽ എന്ത് പറഞ്ഞു? സാമ്പത്തിക രേഖകൾക്ക് അപ്പുറം അല്ലേ, സാമ്പത്തിക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് അല്ലെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾക്ക് പുറത്തേക്ക് എന്തൊക്കെ നോക്കുന്നുണ്ട് അവര്? ഓർഗനൈസേഷൻ റെപ്യൂട്ടേഷൻ അല്ലെ, ഓർഗനൈസേഷന്റെ പ്രശസ്തിയെ ബാധിക്കുന്ന കാര്യങ്ങൾ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടോ? നെക്സ്റ്റ് എന്താണ്? ഓപ്പറേഷണൽ എഫിഷ്യൻസി അല്ലെ, അവിടുത്തെ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വിലയിരുത്തുന്നില്ലേ? ഓപ്പറേഷണൽ എഫിഷ്യൻസി. പിന്നെ എന്താണ്? സ്ട്രാറ്റജിക് ഗ്രോത്ത് അല്ലെ, തന്ത്രപരമായ വളർച്ച. ഒരു നമുക്ക് ഏതിലാണോ ചാപ്റ്റേഴ്സിൽ പഠിച്ചില്ലേ? മെറ്റീരിയൽസ് മാനേജ്മെന്റ് എടുത്തൊക്കെ പഠിച്ചു. സ്ട്രാറ്റജിക് ആണ് അല്ലെ, ഓരോ പ്രവർത്തനങ്ങളിലും. ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഒരു ബിസിനസ് സംരംഭമാണെങ്കിലും അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്താണ്? തന്ത്രപരമായ പ്രവർത്തനങ്ങളെ, ക്ലയൻസിനെ അട്രാക്ട് ചെയ്യുക അല്ലെ, ആണോ? ക്ലയൻസിനെ അട്രാക്ട് ചെയ്യാന്നുള്ള രീതിയിലല്ലേ? അപ്പൊ എന്താണ് അവിടുത്തെ തന്ത്രപരമായ സ്ട്രാറ്റജിക് ഗ്രോത്ത്. പിന്നെ എന്താണ്? ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ദി എൻവയോൺമെന്റ് അല്ലെ, പരിസ്ഥിതിയിലെ ആഘാതങ്ങൾ സംഭവിക്കുക. പരിസ്ഥിതിയിലെ ആഘാതങ്ങൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമുക്കറിയാം എന്താണ്, ഒരു ഹോസ്പിറ്റലിലെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് പറയാലോ, സ്പില്ലേജ് അല്ലേ, സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് പറയാം അല്ലെ. ഇതൊക്കെ കറക്റ്റ് രീതിയിൽ ഡിസ്പോസ് ചെയ്യണ്ടേ? അതല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ എൻവയോൺമെന്റിന് കണ്ടാമിനേഷൻ നടക്കോ? അപ്പൊ അങ്ങനെയുള്ള എൻവയോൺമെന്റിൽ ആഘാതങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെ. പിന്നെന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടല്ലോ ഒരുപാട് പ്രത്യേകതകൾ വരുത്തേണ്ടതില്ലേ? ഇൻഫ്രാസ്ട്രക്ചറില്, അന്തരീക്ഷത്തിലും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഓഡിറ്റിംഗില് വിലയിരുത്തുന്നുണ്ട്. നെക്സ്റ്റ് ആൻഡ് ദ വേ ഇറ്റ് ട്രീറ്റ്സ് ഇറ്റ്സ് എംപ്ലോയീസ്. കൂടാതെ അത് അവിടെ ജീവനക്കാരോട് പെരുമാറുന്ന രീതി, അതായത് ആ ഒരു ഓർഗനൈസേഷനില് അവിടുത്തെ എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നും ഈ ഇന്റേണൽ ഓഡിറ്റില് വിലയിരുത്തുന്നുണ്ട്. അപ്പൊ ഇത് വളരെ മൂല്യമുള്ള കാര്യമാണ് അല്ലെ. നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ എന്താണ്? സ്ട്രാറ്റജി ആയിട്ട് ഒരു ഓർഗനൈസേഷന്റെ സ്ട്രാറ്റജി, പിന്നെ എന്താണ് അവിടുത്തെ ഓപ്പറേഷൻസിന്റെ എഫിഷ്യൻസി, കൂടാതെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യങ്ങള്, എംപ്ലോയീസിനോടുള്ള പെരുമാറ്റങ്ങൾ അല്ലെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്കത് ഇംപ്രൂവ് ചെയ്യാനും ചേഞ്ചസ് വരുത്താനും സാധിക്കുള്ളൂ. ആണോ? അപ്പൊ എന്താണ്? അതൊക്കെയാണ് ഇന്റേണൽ ഓഡിറ്റ് കൊണ്ട് ഓർഗനൈസേഷനുള്ള ബെനിഫിറ്റ്സുകൾ എന്ന് പറയാം അല്ലെ, ഗുണങ്ങൾ എന്ന് പറയാനുള്ളത് നമുക്ക്. ഓക്കെയാണ് അത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ്. എത്ര തരത്തിലുള്ള ഇന്റേണൽ ഓഡിറ്റിങ്ങൾ ഉണ്ട് നോക്കിയേ? കംപ്ലയൻസ്, എൻവയോൺമെന്റൽ, ഇൻഫോർമേഷൻ ടെക്നോളജി, ഓപ്പറേഷണൽ ഓഡിറ്റ് ആൻഡ് പെർഫോമൻസ് ഓഡിറ്റ്. അങ്ങനെ 5 തരത്തിലുള്ള ഇന്റേണൽ ഓഡിറ്റ്സ് ആണുള്ളത്. നോക്കിയേ,
While a significant portion of internal audit covers internal controls over financial reporting within the organization as they pertain to generally accepted accounting procedures impacting their financial statement. GAAP എന്ന് പറഞ്ഞു കഴിഞ്ഞാല് generally accepted accounting procedure എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഒരു ബിസിനസ് സ്ഥാപനമായിക്കോട്ടെ, അവിടുത്തെ സാമ്പത്തിക റിപ്പോർട്ടിംഗ് ഉണ്ട് അല്ലെ, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇല്ലേ? ആ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിന്റെ സ്ഥിരത, കൺസിസ്റ്റൻസിയും ആക്യുറസിയും ഉറപ്പാക്കുന്നതിന് വേണ്ടി എന്താണ് നമ്മുടെ അക്കൗണ്ടിങ്ങിലുള്ള നിയമങ്ങളെയും മാനദണ്ഡങ്ങളെയുമുള്ള ഒരു കളക്ഷനെയാണ് GAAP എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ സാമ്പത്തിക റിപ്പോർട്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? വരവ് ചെലവ് കണക്കുകൾ അല്ലെ, പർച്ചേസിങ്, എല്ലാ കാര്യങ്ങളും, അവരുടെ ആസ്തി അല്ലെ, അവർക്ക് എത്ര അസറ്റ് ഉണ്ട്, അവരുടെ എത്ര സ്റ്റോക്ക് ഉണ്ട്, എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായിട്ട് രേഖപ്പെടുത്തണോ? അങ്ങനെ രേഖപ്പെടുത്തുന്നതിന് അക്കൗണ്ടിങ്ങിലെ കുറച്ച് നിയമങ്ങളും മാനദണ്ഡങ്ങളും റൂൾസും ലോസും പിന്നെ എന്താണ് സ്റ്റാൻഡേർഡ്സുകളും ഉണ്ട്. ആ ഒരു കളക്ഷനെയാണ്, ഇങ്ങനെയുള്ള റൂൾസിന്റെയും സ്റ്റാൻഡേർഡ്സുകളുടെയും കളക്ഷനെയാണ് GAAP എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ബികോമാർക്ക് അറിയാൻ പറ്റും അല്ലെ? എന്താണ് ഒന്നുകൂടി പറഞ്ഞുതരാം. സാമ്പത്തിക അതായത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിന്റെ സ്ഥിരതയും ആക്യുറസി, കൃത്യതയും ഉറപ്പാക്കുന്നതിന് വേണ്ടി അക്കൗണ്ടിങ്ങിൽ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളെയും സ്റ്റാൻഡേർഡുകളുടെയും ഒരു കൂട്ടം, ഒരു കളക്ഷനെയാണ് GAAP എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എഴുതണോ? വേണ്ട. ഓക്കെ, അപ്പൊ നോക്കിയേ, ഈ GAAP ഇതിൽ പറയുന്നത് നോക്കിയേ, while significant portion of an internal audit, നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിലെ ഒരു സിഗ്നിഫിക്കന്റ് അല്ലെ, ഒരു പ്രധാന ഭാഗം കവർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്റേണൽ controls over financial reporting അല്ലെ, വിത്തിൻ ദ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷന്റെ അതിൽ തന്നെ ഉണ്ട് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രൊസീജിയർ. അതിൽ തന്നെ ഉണ്ട് കേട്ടോ, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ്. അതായത് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ്സിന്റെ ഒരു പ്രധാന ഭാഗവും അവർ കവർ ചെയ്യുന്നത് ഈ ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാല് as they pertain to generally accepted accounting procedure impacting their financial statement എന്ന് വെച്ചാൽ കാരണം എന്തുകൊണ്ടാണ് അവർ ആ ഒരു ഇന്റേണൽ ഓഡിറ്റിലെ ഒരു പ്രധാന ഭാഗം, ഭൂരിഭാഗം ഭാഗം ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിനെ കവർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റില് ഈ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രൊസീജിയർ GAAP എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനം ചെലുത്തുന്നുണ്ട് അല്ലെ. നമുക്കറിയാം ഇന്നത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തണമെങ്കിൽ എന്ത് ബാധകമാണെന്ന് പറഞ്ഞപ്പോ നമ്മ GAAP ബാധകമല്ലേ? ജനറൽ അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രൊസീജിയർ അല്ലെ. അപ്പൊ ഈ ഒരു കാര്യത്തെയും വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇന്റേണൽ ഓഡിറ്റിലെ ഭൂരിഭാഗം ഭാഗവും ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെ വിലയിരുത്തുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിലെ എന്താണ് ഭൂരിഭാഗം ഭാഗവും പ്രവർത്തനങ്ങളും എന്താണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിനെ, ആ ഒരു ഓർഗനൈസേഷനിലെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിനെയാണ് വിലയിരുത്തുന്നത്. കാരണം എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന് എന്താണ് നമ്മുടെ GAAP ബന്ധപ്പെട്ടിരിക്കുന്നു.
Next, many organizations also recognize the need for other types of assessment or audits outside of accounting or finance. എന്താണ് മിനി ഓർഗനൈസേഷനിലെ പക്ഷെ മിക്ക ഓർഗനൈസേഷനും നമ്മുടെ ഈ അക്കൗണ്ടിങ്ങിന് പുറത്ത് അല്ലെങ്കിൽ ഫിനാൻസിന് പുറത്ത് പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് അസസ്മെന്റ് ഓർ ഓഡിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അക്കൗണ്ടിങ്ങിന് അല്ലെങ്കിൽ ഒരു ഫിനാൻസിന് പുറത്ത് പല കാര്യങ്ങളും അവർ എന്ത് ചെയ്യുന്നുണ്ട്, അസസ് ചെയ്യുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. ഏതൊക്കെയാണ്? സം ഓഫ് ദീസ് കീ ഏരിയാസ് ഇൻക്ലൂഡ് കംപ്ലയൻസ്. കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പാലിക്കൽ അല്ലെ, റെഗുലേറ്ററി. ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെയാണ് പാലിക്കേണ്ടത്? എന്തൊക്കെ പാലിക്കേണ്ടത് ഒരു ഓർഗനൈസേഷൻ? റൂൾസ്, പിന്നെന്തുണ്ട്? ലോസ് ഉണ്ട് അല്ലെ, ഇൻഫർമേഷൻ, ലോ ഉണ്ടോ, നിയമങ്ങൾ അല്ലെ, റെഗുലേഷൻസ് അല്ലെ, പോളിസി, പ്രൊസീജിയർ അല്ലെ, ആണോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് പാലിക്കണം. അപ്പൊ അങ്ങനെയുള്ള കംപ്ലൈന്റ്സ് ഓഡിറ്റ് ഉണ്ട്. നെക്സ്റ്റ് എന്താണ്? എൻവയോൺമെന്റ് അല്ലെ. നമ്മ എൻവയോൺമെന്റ് കൺട്രോൾ ഫസ്റ്റ് തന്നെ പറഞ്ഞോ, പേഷ്യന്റിന്റെയും അവിടുത്തെ സ്റ്റാഫുകളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിൽ പല കൺട്രോളുകളും ചെയ്യണം അല്ലെ. എൻവയോൺമെന്റ് കൺട്രോളുകൾ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെ, വെന്റിലേഷനുമായി ബന്ധപ്പെട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എൻവയോൺമെന്റൽ ഓഡിറ്റ്. അപ്പൊ പിന്നെന്താണ്? വേസ്റ്റുകളുമായി ബന്ധപ്പെട്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ അവര് ഓഡിറ്റ് നടത്തണ്ടേ, വിലയിരുത്തണ്ടേ? പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെ. നമുക്കറിയാം ഇപ്പൊ ഹോസ്പിറ്റലില് എന്താണ്, പേഷ്യൻസിന്റെ റെക്കോർഡുകള് എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളാണ് അല്ലെ. പിന്നെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഒരുപാട് സിസ്റ്റംസ് ഉണ്ട് അല്ലെ. ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. പിന്നെ നമ്മ ഈ കാര്യങ്ങള് ഹോസ്പിറ്റലിൽ സൂക്ഷിക്കുമ്പോൾ നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് വേണം അല്ലെ സൂക്ഷിക്കുന്നതിനായിട്ട്. ഒരുപാട് സെക്യൂരിറ്റി കൊടുത്തിട്ട് വേണ്ടേ? മറ്റുള്ളവര് നമ്മ പറഞ്ഞു എന്താണ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചു അല്ലെ. എന്താണ്? മറ്റുള്ളവരെ ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് അല്ലെ. ഈ വിവരങ്ങള്, പേഷ്യന്റിന്റെ വിവരങ്ങള്. അപ്പൊ നമ്മ അത്രയും സെക്യൂരിറ്റി ആയിട്ട് വേണം അല്ലെ വിവരങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസസ് ചെയ്യണ്ടേ, വിലയിരുത്തണ്ടേ? സെക്യൂരിറ്റി ഉണ്ടോ അല്ലെ, പേഷ്യൻസിന്റെ സൂക്ഷിക്കുന്ന രേഖകൾക്ക് സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ടോ അല്ലെ, ഒരു കറക്റ്റ് സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചാണോ അല്ലെ സൂക്ഷിക്കുന്നത്? അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്. നെക്സ്റ്റ് പറയുന്നത് ഓപ്പറേഷണൽ ഓഡിറ്റ്സ് അല്ലെ. എന്താണ് ഓപ്പറേഷണൽ ഓഡിറ്റ്? എന്തായിരിക്കും? ഹോസ്പിറ്റലില് മൊത്തത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എഫിഷ്യൻസി ഉണ്ടോ, കാര്യക്ഷമമാണോ അല്ലെ, ആക്യുറേറ്റ് ആയിട്ടാണോ നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തണ്ടേ? എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതിയോ? പക്ഷെ എന്താണ് അവിടെ നടക്കുന്ന ഓപ്പറേഷൻസ് കാര്യക്ഷമമാണോ എന്ന് വിലയിരുത്തണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഓപ്പറേഷണൽ ഓഡിറ്റ് ആൻഡ് പെർഫോമൻസ് ഓഡിറ്റ് അല്ലെ. എന്താണ് പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ? എന്താ പെർഫോമൻസ് ഓഡിറ്റ് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ആ ഒരു ഓർഗനൈസേഷനിൽ എന്തായിരിക്കും അവരുടെ ഗോൾസുകളും ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും അല്ലെ, വിഷനും മിഷനും അല്ലെ. നമ്മ പറയാറില്ലേ വിഷനും മിഷനും. ആ ഒരു വിഷൻ അല്ലെങ്കിൽ ആ ഒരു മിഷൻ അവര് പ്രാവർത്തികമാക്കുന്നുണ്ടോ, അവര് പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്തണ്ടേ ആ ഒരു ഹോസ്പിറ്റല്? അവിടുത്തെ ഗോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അതല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവരുടെ ഗോൾ എന്താണ്? അൾട്ടിമേറ്റ് ഗോൾ. ഇതൊക്കെ നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട്.
അവരെ ഗോൾസ് സക്സസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കൂടാതെ അവരെ ഗോൾസ് സക്സസ് ആക്കാന്നുള്ളതല്ലേ? ആണോ? അപ്പൊ നമ്മ എന്ത് ചെയ്യണം? അവരെ ഗോൾസ് അവര് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ അല്ലെ, പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തണ്ടേ? അതാണ് പെർഫോമൻസ് ഓഡിറ്റ്. ക്ലിയർ ആയോ? മിസ് ഓരോന്ന് എടുക്കുന്നുണ്ട്. മിസ് ആദ്യം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാണ് കേട്ടോ. മിസ് ഓരോന്ന് എടുക്കുമ്പോ ക്ലിയർ ആവും. അപ്പൊ എന്താ ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? ഇന്റേണൽ ഓഡിറ്റില് ഒരു ഭൂരിഭാഗം ഭാഗവും അവരെന്താണ് കൺട്രോൾ ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ്. എന്തെന്ന് വെച്ചാല് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ GAAP പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് മിക്ക ഓർഗനൈസേഷനും എന്താണ്? നമ്മുടെ അക്കൗണ്ടിങ്ങും ഫിനാൻസും അല്ലാതെ അവരെന്തുണ്ട്? ആ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട അവരുടെ റിക്വയർമെന്റ്സുകൾ അല്ലെ, അവരുടെ നീഡ്സുകൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? അസസ്മെന്റ് നടത്തുന്നുണ്ട് അല്ലെ, വിലയിരുത്തുന്നുണ്ട്. എന്തൊക്കെയാണത്? സം ഓഫ് ദീസ് കീ ഏരിയാസ് ഇൻക്ലൂഡ്. ഏതൊക്കെ ഏരിയാസ് ആണ്? പ്രധാനപ്പെട്ട ഏരിയാസ് ആണ് ഉൾപ്പെടുന്നത്? കംപ്ലൈൻസ് ഓഡിറ്റ് അല്ലെ. രണ്ടാമത് പറയുന്നത് എൻവയോൺമെന്റൽ ഓഡിറ്റ്. മൂന്നാമത്തത് ഇൻഫർമേഷൻ ടെക്നോളജി. നാലാമത്തത് ഓപ്പറേഷണൽ ആൻഡ് പെർഫോമൻസ് ഓഡിറ്റ്. ഓക്കെ ആണോ പാരഗ്രാഫ്? നെക്സ്റ്റ് നോക്കിയേ, കംപ്ലൈൻസ് ഓഡിറ്റ്. കംപ്ലൈൻസ് ഓഡിറ്റിനെ നോക്കിയേ, ഇവാലുവേറ്റ് കംപ്ലൈൻസ് വിത്ത് അപ്ലിക്കബിൾ ലോസ് അല്ലെ, റെഗുലേഷൻസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അല്ലെ. ഒരു ഓർഗനൈസേഷന് ബാധകമായിട്ടുള്ള നിയമങ്ങള്, അവിടുത്തെ റെഗുലേഷൻസ്, ചട്ടങ്ങള്, അവിടുത്തെ പോളിസികള്, നയങ്ങള്, അവിടുത്തെ നടപടിക്രമങ്ങള് അവർ പാലിക്കുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെയോ? ഒരു ഓർഗനൈസേഷൻ അവർക്ക് ബാധകമായിട്ടുള്ള നിയമങ്ങള്, ചട്ടങ്ങള്, നയങ്ങള്, നടപടിക്രമങ്ങള് അവർ പാലിക്കുന്നുണ്ട്. ആ ഒരു ഓർഗനൈസേഷൻ പാലിക്കുന്നുണ്ടോ, കംപ്ലൈൻസ് ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നതാണ് കംപ്ലൈൻസ് ഓഡിറ്റ്. നെക്സ്റ്റ് പറയുന്നത് some of these regulations may have a significant impact on the company's financial well-being അല്ലെ. ഇങ്ങനെയുള്ള റെഗുലേഷൻസ് എന്തുണ്ട്? ഇതിൽ ചിലത്, ഇങ്ങനെയുള്ള റെഗുലേഷൻസില് ചിലത് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ സാമ്പത്തിക ക്ഷേമത്തില് കാര്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമുക്കറിയാം, ഒരു ബിസിനസ് സ്ഥാപനം എടുത്തു കഴിഞ്ഞാല് അവർ ചില നിയമങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ അവർ ഫൈനുകള് അല്ലെങ്കിൽ പിഴ അടക്കേണ്ടി വരുന്നതൊക്കെ കേട്ടിട്ടുണ്ടോ? ടാക്സ് അടക്കേണ്ടി വരുന്നുണ്ട്, പിഴ അടക്കേണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അപ്പൊ അതെന്താണ്? അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു നഷ്ടമല്ലേ ഉണ്ടാക്കുന്നത്? ആ ലോസ് പാലിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആ റെഗുലേഷൻസ് പാലിക്കാത്തത് കൊണ്ട് അവർക്ക് എന്താണ് നഷ്ടമാണ് വരുന്നത്? അതാണ് പറയുന്നത് എന്താണ്? സം ഓഫ് ദീസ് റെഗുലേഷൻസ്, ഇങ്ങനെയുള്ള എന്താണ് റെഗുലേഷൻസ് അവർ പാലിച്ചില്ലെങ്കിൽ അവർക്ക് എന്താണ്? സാമ്പത്തിക ക്ഷേമത്തില് സ്വാധീനം ചെലുത്തുന്നുണ്ട്. ചിലപ്പോ അവര് പ്രോഫിറ്റിൽ നിന്ന് അവർ ഇത്ര രൂപ പിഴയായി അടക്കേണ്ടി വരാണ്, അല്ലെങ്കിൽ ഫൈനായിട്ട് അടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ്? നഷ്ടമല്ലേ വരുന്നത്? അത് ആണോ? ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നുണ്ട് കേട്ടോ, നെക്സ്റ്റ് പറയുന്നുണ്ട്. അത് ക്ലിയർ ആയോ? ഫിനാൻഷ്യൽ വെൽബീയിങ്. നെക്സ്റ്റ് ഫെയിലിയർ ടു ഫോളോ ദ ലോ. ഇപ്പൊ നമുക്കാണെങ്കിലും വാഹനം ഓടിക്കുമ്പോ, വണ്ടി ഓടിക്കുമ്പോ ഒരുപാട് നിയമങ്ങളുണ്ട് അല്ലെ. ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ എത്ര രൂപ ഫൈൻ കൊടുക്കണം? കാറിൽ പോകുമ്പോ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, അതൊക്കെ എന്താണ്? സീറ്റ് ബെൽറ്റ് ഇടാന്നുള്ളത് ഒരു നിയമമാണോ? കാറിലും കൂടെ ഇരിക്കുന്നത്, ഫ്രണ്ടില് കൂടെ ഇരിക്കുന്ന ആൾ സീറ്റ് ബെൽറ്റ് എടുക്കുക എന്നുള്ളത് നിയമമാണ് അല്ലേ. അത് പാലിച്ചില്ലെങ്കിൽ നമ്മ ഫൈൻ ഈടാക്കേണ്ടി വരുന്നില്ലേ? ആണോ? അതേപോലെ ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്താണ്? അവിടുത്തെ ഇപ്പൊ നമ്മൾ എടുക്കുകയാണെങ്കിൽ ബ്ലഡ് ബാങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം?
ലൈസൻസ് വേണം. ഒരു ബ്ലഡ് ബാങ്ക് നടത്തുന്നതിൽ അവർക്ക് ലൈസൻസ് വേണം. എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ മിസ്, ഇത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ബ്ലഡ് ബാങ്ക് നടത്തണമെങ്കിൽ അവർക്ക് ലൈസൻസ് വേണം അല്ലേ? റേഡിയോളജി നടത്തണമെങ്കിൽ വേണ്ടേ? റേഡിയേഷൻ ഒക്കെ അടുപ്പിക്കണമെങ്കിലോ? പിന്നെന്താണ് വേസ്റ്റ് ഡിസ്പോസൽ അല്ലെ? കറക്റ്റ് രീതിയിൽ ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യണം. അവർക്ക് ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുണ്ടോ? ഒരുപാട് റെഗുലേഷൻസ് ഉണ്ടോ? ഇൻഫ്രാസ്ട്രക്ചർ, ഒരു ഹോസ്പിറ്റലിന്റെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് അല്ലേ? അപ്പൊ ഇപ്പൊ ബ്ലഡ് ബാങ്ക് നടത്തുന്ന ആൾക്ക് അത് കൂടുതൽ ഹെഡിന് ലൈസൻസ് ഇല്ലെങ്കിൽ, അതിന് ബ്ലഡ് ബാങ്ക് നടത്താൻ ലൈസൻസ് ഇല്ലെങ്കിൽ അവർ ഫൈൻ അടക്കേണ്ടി വരുമോ? ചെക്കപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാല്, ചെക്കിങ് വന്നു കഴിഞ്ഞാൽ അവർ ഫൈൻ അടക്കേണ്ടി വരുമോ? എക്സാമ്പിൾ ആണ് കേട്ടോ, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ അതെന്താ അവരുടെ ഫിനാൻഷ്യൽ വെൽബീയിങ്ങിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ടോ, സ്വാധീനിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നെക്സ്റ്റ് നോക്കിയേ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ അത് പറഞ്ഞത്? Okay, next, failure to follow the law such as the Foreign Corrupt Practice Act (FCPA) or General Data Protection Regulations may result in millions of dollars in fines or preclude a company from doing business in certain judiciaries. എന്ന് വെച്ചാല് നമ്മുടെ എന്താണ് ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് ആക്ടോ അല്ലെങ്കിൽ ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ പ്രകാരം ഇവര് അങ്ങനെയുള്ള നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഇവര് മില്യൺസ് ഓഫ് ഡോളേഴ്സ്, ഒരുപാട് ഡോളർ എന്തടക്കേണ്ടി വരുന്നുണ്ട്? ഫൈൻ ആയിട്ടോ അല്ലെങ്കിൽ പിഴയായിട്ടോ അവരെന്ത് ചുമത്തേണ്ടത്? ഈ കമ്പനി അടക്കേണ്ടി വരുന്നുണ്ട്. നമ്മുടെ FCPA എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരസ്യമായി നമ്മ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുക്കില്ലേ? നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനായിട്ട് നമ്മ എന്ത് ചെയ്യും? ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തിട്ട് നമ്മ ആ കാര്യം സാധിക്കില്ലേ? അപ്പൊ അങ്ങനെ കൈക്കൂലി നൽകുന്നത് വിലക്കുന്നതിനുള്ള ഒരു ലോ ആണ് എന്താ? ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് ആക്ട്. ക്ലിയർ ആയോ? അപ്പൊ എന്താണ്, ഈ ഓർഗനൈസേഷനിലുള്ള ആരെങ്കിലും അവരെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അവർ കൈക്കൂലി കൊടുക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്തിട്ടും? ഫൈനുകൾ അല്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. അതല്ലെങ്കിൽ ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ കേട്ടിട്ടുണ്ടോ? GDPR. GDPR എന്ന് വെച്ചാല് നമ്മൾക്കറിയാം, നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് ഒരുപാട് റൈറ്റ്സുകൾ ഉണ്ട് അല്ലെ? ഉണ്ടോ? അപ്പൊ വ്യക്തികളുടെ അവകാശങ്ങളും അവരുടെ സ്വകാര്യ ഡാറ്റയുടെ മേലുള്ള നിയന്ത്രണങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്ന യൂറോപ്യൻ യൂണിയൻ നിയമമാണ് GDPR. വ്യക്തികളുടെ അവകാശങ്ങളും അവരുടെ എന്താണ് അവരുടെ ഡാറ്റ നമ്മ എന്ത് ചെയ്യണം? നമ്മ പറഞ്ഞു ഓരോ പേഷ്യൻസിന്റെയും ഡാറ്റ നമ്മ എങ്ങനെയായിരിക്കണം? കോൺഫിഡൻഷ്യൽ ആയിട്ടായിരിക്കണം അല്ലെ സൂക്ഷിക്കേണ്ടത്? രഹസ്യാത്മകമായി അല്ലെ? മറ്റുള്ളവരെ ഹർക്ക് ചെയ്യാതെ അല്ലെ? രഹസ്യാത്മകമായിട്ട് വേണം സൂക്ഷിക്കാൻ അല്ലെ? അപ്പൊ അവരുടെ സ്വകാര്യ ഡാറ്റയിന്മേലുള്ള നിയന്ത്രണം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി യുണൈറ്റഡ് യൂണിയനിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആക്ട് ആണ് GDPR. ക്ലിയർ ആയോ? ഫസ്റ്റത്തെ എന്താണ്? FCPA എന്ന് പറഞ്ഞാല് നമ്മ എന്താണ്? കൈക്കൂലി കൊടുക്കുന്നതായിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങള് ഈ ഓർഗനൈസേഷന്റെ കീഴിൽ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് മില്യൺസ് ഓഫ് ഡോളേഴ്സ് പിഴയായിട്ടോ അല്ലെങ്കിൽ ഫൈൻ ആയിട്ടോ അവരെന്തോ കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഓക്കെ ആണോ? അല്ലെങ്കിൽ അവരുടെ ആ ഓർഗനൈസേഷൻ അവരെന്ത് ചെയ്യും? ബാൻ ചെയ്യാന്നൊക്കെ കേട്ടിട്ടില്ലേ?
ഫ്രം ഡൂയിങ് ബിസിനസ് ഇൻ സർട്ടൻ ജുഡീഷ്യറീസ്. എന്താണ്? അധികാര പരിധിയിൽ ബിസിനസ് ചെയ്യുന്നതിൽ നിന്ന് കമ്പനിയെ വിലക്കേർപ്പെടുത്തുക. അപ്പൊ നമ്മൾ കേട്ടിട്ടില്ലേ, ആ ഒരു കമ്പനിയെ ബാൻ ചെയ്തു എന്നൊക്കെ കേട്ടിട്ടില്ലേ, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിനെ മാർക്കറ്റിൽ ബാൻ ചെയ്തു, കേട്ടിട്ടുണ്ടോ? അപ്പൊ എങ്ങനെയുണ്ട്? ഇങ്ങനെയുള്ള ഇത് വരുമ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങൾ അവർ പാലിക്കുന്നില്ല, റെഗുലേഷൻസ് പാലിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? വിപണിയിൽ ബിസിനസ് ചെയ്യുന്നതിൽ നിന്ന് ആ ഒരു ഓർഗനൈസേഷനെ തടഞ്ഞേക്കാം. ക്ലിയർ ആയത്? ഓക്കെ ആയോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് സെന്റൻസ് ഒന്ന് വെട്ടിയേക്കട്ടോ. നിങ്ങൾക്ക് ഒരു ലിങ്ക് കൊടുക്കുന്നു എന്നും പറഞ്ഞാൽ കൊടുത്തേക്കണേ. അതില്ല, അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞേക്കട്ടോ. ഇയർ സെല്ലിംഗ് ടു ബിഗിനേഴ്സ് ഗൈഡ് ടു GDPR അതൊന്ന് വെട്ടിയേക്കേ. നെക്സ്റ്റ് നോക്കിയേ, environmental audits assess the impact of a company's operation on the environment. എന്താണ്? ഒരു കമ്പനിയിലെ നമ്മൾ ഇവിടെ പറയുന്നത് എന്താണ്? ഓർഗനൈസേഷൻ അല്ലെ? ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങള് എൻവയോൺമെന്റിൽ ചെലുത്തുന്ന സ്വാധീനം വിലയിരുത്തുന്നു. നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല എന്ന്? പൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പാടില്ല അല്ലെ? ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാൻ പാടുണ്ടോ? പേഷ്യൻസിന്, അവിടെ വരുന്ന ആളുകൾക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാൻ പാടുണ്ടോ? കണ്ടാമിനേഷൻ നടക്കാൻ പാടുണ്ടോ വേസ്റ്റുകൾ കൊണ്ട്? ഇല്ല അല്ലെ? അപ്പൊ ആ ഒരു അങ്ങനെയുള്ള പരിസ്ഥിതിയിൽ ചെലുത്തുന്ന സ്വാധീനങ്ങളെ വിലയിരുത്തുകയാണ് എൻവയോൺമെന്റൽ ഓഡിറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങൾ പരിസ്ഥിതിയിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളെയാണ് എൻവയോൺമെന്റൽ ഓഡിറ്റില് വിലയിരുത്തുന്നത്. They may also evaluate the company's adherence to environmental and laws and regulations. എന്ത് ചെയ്യണം? കമ്പനി നമ്മുടെ എൻവയോൺമെന്റൽ ലോസ് ആൻഡ് റെഗുലേഷൻസ് പ്രാവർത്തികമാക്കുന്നുണ്ടോ, അതിനനുസരിച്ചാണോ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് ഈ ഒരു എൻവയോൺമെന്റൽ ഓഡിറ്റ്സിൽ ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്തൊക്കെ പറയാം നമുക്ക്? എന്തൊക്കെ കാര്യങ്ങൾ പറയാം? എൻവയോൺമെന്റൽ ലോവുമായി ബന്ധപ്പെട്ട ഒരു ഓർഗനൈസേഷൻ, ഒരു ഹോസ്പിറ്റലിൽ നടത്തേണ്ട പ്രവർത്തനങ്ങള് ഒന്നുമില്ലേ പറയാൻ? ബയോമെഡിക്കൽ വേസ്റ്റ് പറയാം അല്ലെ? ഡിസ്പോസലുകള്. പിന്നെ മെഡിസിനുകൾ അല്ലെ? എക്സ്പയർഡ് ഡേറ്റ് മെഡിസിനുകൾ എന്ത് ചെയ്യണം? കറക്റ്റ് രീതിയിൽ ഡിസ്പോസ് ചെയ്യണോ? പിന്നെ ഇൻഫെക്ഷൻസ് കുറയ്ക്കണം അല്ലെ? സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ അല്ലെ? ആണോ? അതൊക്കെ പറയാ അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനനുയോജ്യമായിട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവില്ലേ? നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടാവില്ലേ? അപ്പൊ അതിനനുസരിച്ചാണ് ഒരു ഓർഗനൈസേഷനുകളിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാണ് ഇതില് എൻവയോൺമെന്റൽ ഓഡിറ്റ്സിൽ വിലയിരുത്തുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് ഇൻഫോർമേഷൻ ടെക്നോളജി ഓഡിറ്റ്സ്. എന്തായിരിക്കും ഇൻഫോർമേഷൻ ടെക്നോളജി ഓഡിറ്റ്സ്? may evaluate information system and the underlying infrastructure to ensure the accuracy of their processing. അല്ലെ? എന്താണ്? ആ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റത്തിനെ വിലയിരുത്തുന്നു. കൂടാതെ എന്താണ് അതിൽ വരുന്ന ആ പ്രോസസ്സിംഗ് അല്ലെ? അതിൽ എന്തൊക്കെ പ്രക്രിയകളിലെ ആക്യുറസിയിലെ കൃത്യതയുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളും വിലയിരുത്തുന്നു. ഇപ്പൊ നമുക്കറിയാം ഒരു ഇതിലെന്തൊക്കെ കാര്യങ്ങൾ പറയാം? ഇപ്പൊ റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന്റെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ തയ്യാറാക്കുന്നതിൽ ഒരു കൃത്യത വേണം അല്ലെ? വേണോ?
ആക്യുറസി വേണം, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ, അടിസ്ഥാന സൗകര്യങ്ങളില് വേണ്ടേ? ഇപ്പൊ നിങ്ങ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചപ്പോ റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചു അല്ലെ? റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചപ്പോഴ് അതിന്റെ ഒരു പാറ്റേൺ പഠിച്ചില്ലേ? ഫ്ലോ ചാർട്ട് പോലെ ഓർമ്മയുണ്ടോ? ഫാക്സ് പഠിച്ചോ? എന്താണ് EHR അല്ലെ? ആദ്യം തന്നെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ വഴി നമ്മ എന്ത് ചെയ്യുന്നുണ്ട്? റേഡിയോളജി സെക്ഷനിലേക്ക് ചെല്ലാണ് അല്ലെ? അവിടെ റേഡിയോളജി സെക്ഷനിൽ നമ്മുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളിൽ നിന്ന് നമ്മുടെ വിവരങ്ങൾ കിട്ടാണ്. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ഏത് സ്കാനിങ് ആണോ ചെയ്യേണ്ടത് അത് ചെയ്യാനല്ലേ ചെയ്യുന്നത്? CT സ്കാൻ ആണോ? അത് കഴിഞ്ഞിട്ട് എന്താണ്? പിക്ചർ ഇമേജിങ്, അതൊക്കെ പഠിച്ചില്ലേ? ഫാക്സ് ഓർമ്മയില്ലേ? ഒക്കെ മറന്നുപോയോ? ഒരു ബോക്സ് ഒക്കെ തന്നിട്ട് അപ്പൊ അതിനനുസരിച്ചല്ലേ? അപ്പൊ അവിടെ ഒരു കൃത്യത വരണം അല്ലെ? ആക്യുറസി വരണ്ടേ? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളിൽ വരണം, നമ്മുടെ സ്കാനിങ് എടുക്കുമ്പോ വരണം അല്ലെ? അതെന്താണ്? പിക്ചറൈസ് ചെയ്യുമ്പോ അതിലൊരു ആക്യുറസി വേണ്ടേ? അതൊക്കെ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചാണ് അവർ ചെയ്യുന്നത്. IT-യുടെ സഹായത്തോടു കൂടിയല്ലേ ഈ സ്കാനിങ്ങുകള്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളൊക്കെ അവർ നടത്തുന്നത്. റിമോട്ട് മോണിറ്ററിങ്, എക്സാമ്പിൾ റിമോട്ട് മോണിറ്ററിങ്, അതെന്താണ്? പേഷ്യന്റും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും നേരിട്ട് ഹാജരാവാതെ അല്ലെ എക്സാമിന് നടത്താൻ പറ്റോ? ഇവാലുവേറ്റ് ചെയ്യാൻ അവർക്ക് കൺസൾട്ടേഷൻ നടക്കോ? എന്താണ് ഒന്ന് പറയാണ്ടിരിക്കുന്നേ? ക്ലിയർ ആയില്ല? ഓക്കെ, ഇപ്പൊ മിസ് അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇപ്പൊ മിസ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാണ്, ഇതിൽ എത്രത്തോളം ആക്യുറസി വേണം? ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവണം അല്ലേ? ക്ലിയർ ആവണോ? എക്സാമ്പിൾ ആണ് കേട്ടോ. പിന്നെ മിസ് PDF ഇട്ടിരിക്കുന്നത് കാണണം വേണ്ടേ? മിസ് PDF ഇട്ടിരിക്കുന്നത് കാണണം. നിങ്ങൾക്ക് കറക്റ്റ് ലിങ്ക് ലഭിക്കണം അല്ലെ? കറക്റ്റ് ലിങ്ക് ലഭിക്കണം. ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറാനായിട്ട് കറക്റ്റ് ലിങ്ക് കിട്ടണം അല്ലെ? ആണോ? നിങ്ങൾക്ക് നെറ്റ് വേണം വേണ്ടേ? അപ്പൊ ഇതൊക്കെ എന്താണ്? ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഭാഗമല്ലേ നമ്മൾ പറയുന്ന PDF, ഗൂഗിൾ ക്ലാസ് റൂം അല്ലെ? ആണോ? അപ്പൊ ഇതൊക്കെ കറക്റ്റ് സമയത്ത് കറക്റ്റ് രീതിയിൽ കിട്ടിയാൽ മാത്രമല്ലേ നമുക്ക് ഇത്ര നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. ആണോ? ഇപ്പൊ നെറ്റിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസ്സിന്റെ ക്ലാസ് കാണാൻ പറ്റുമോ? നെറ്റിന്റെ ഇഷ്യൂ ഉണ്ട്, നിങ്ങൾക്ക് ക്ലാസ് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതിനൊക്കെ എന്ത് വേണം? ആക്യുറസി വേണം അല്ലേ? ആണോ? ഈ ഒരു പ്രക്രിയകളിൽ അപ്പൊ എന്താണ്? ഓരോ പ്രക്രിയകളിലും വരുന്ന അതിന്റെ എന്താണ്? ഇൻഫ്രാസ്ട്രക്ചറിലെ ആക്യുറസിയും നമ്മൾ എന്ത് ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്സിലൂടെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോപ്പ? ഓക്കെ ആയോ? എല്ലാവരും ഓക്കെ ആയോ? അപ്പൊ നമ്മ എന്താണ്? ഹോസ്പിറ്റലിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ? ലാബ് റിപ്പോർട്ടുകൾ അയക്കുന്നുണ്ട്, റേഡിയോളജി സെക്ഷനിലെ റിപ്പോർട്ടുകൾ, സ്കാനിങ്ങുകൾ നടത്തുന്നുണ്ട്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ, മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കുന്നുണ്ട്, ഈ പ്രിസ്ക്രിപ്ഷൻസ് അയക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതൊക്കെ കറക്റ്റ് രീതിയിൽ നടക്കണമെങ്കിൽ അതിന്റെ ആ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒരു ആക്യുറസി വേണ്ടേ? കൃത്യത വേണ്ടേ അവർ ചെയ്യുന്ന കാര്യങ്ങളില് അല്ലേ? അപ്പൊ അതൊക്കെയാണ് ഈ ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്സിൽ വിലയിരുത്തുന്നത്. ക്ലിയർ ആണോ? Next, the security and confidential customer information or intellectual property. മിസ് നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? The security, ഓരോ പേഷ്യന്റിന്റെ വിവരങ്ങൾ എങ്ങനെയായിരിക്കണം? സുരക്ഷിതമായിരിക്കണം അല്ലെ?
സെക്യൂരിറ്റി ആയിരിക്കണം ആൻഡ് കോൺഫിഡൻഷ്യൽ കസ്റ്റമർ റിലേഷൻ അല്ലെ. പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ നമ്മൾ എങ്ങനെയായിരിക്കണം സൂക്ഷിക്കേണ്ടത്? കോൺഫിഡൻഷ്യൽ ആയിരിക്കണം അല്ലെ, രഹസ്യാത്മകമായിട്ടായിരിക്കണം സൂക്ഷിക്കേണ്ടത്. ഓർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലെ. എന്താണ് പേഷ്യന്റിന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇല്ലേ? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? പേഷ്യന്റിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റലില് അവരുടെ ഭൗതിക സ്വത്ത് എന്നൊക്കെ പറയുമ്പോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് നമ്മുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്താ അവിടെ? നമ്മുടെ മെഡിക്കൽ റെക്കോർഡുകളല്ലേ? ബോഡിയാണോ? മെഡിക്കൽ റെക്കോർഡില്ലേ? പേഷ്യൻസിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ അല്ലെ, ലാബ് റെക്കോർഡുകൾ അല്ലെ, പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ, ട്രീറ്റ്മെന്റ് റെക്കോർഡുകൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം? നല്ല സെക്യൂരിറ്റിയോടുകൂടി കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കുക അല്ലെ, രഹസ്യാത്മകമായിട്ട് സൂക്ഷിക്കുക. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറിന്റെ കൃത്യതയും ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്സിൽ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? Okay, next okay. They will typically include the assessment of general IT controls related to logical access, change management, system operation and backup and recovery. They will typically include IT ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്സിൽ അവർ അസസ് ചെയ്യുന്നതിന്, വിലയിരുത്തുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? IT കൺട്രോൾ അല്ലെ, നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട ലോജിക്കൽ അസസ്സുകൾ അല്ലെ. ലോജിക്കൽ അസസ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ലോജിസ്റ്റിക് പഠിച്ചിട്ടുണ്ടോ ഹോസ്പിറ്റലിലെ? ലോജിസ്റ്റിക് മിസ് എടുത്തിട്ടുണ്ടായിരുന്നു. റിസോഴ്സുകള്, വെഹിക്കിള്, പിന്നെന്താണ്? വെഹിക്കിളാണോ? ഒരു ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈ മാനേജ്മെന്റ് ചെയ്യാൻ പഠിച്ചില്ലേ നമ്മ കഴിഞ്ഞ ദിവസം? സപ്ലൈ മാനേജ്മെന്റ് ചെയ്യും പഠിച്ചോ? എന്താണ് മിണ്ടാത്തത്? സപ്ലൈ മാനേജ്മെന്റ് ചെയ്യാൻ പഠിച്ചു, മിസ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ്? ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഗുഡ്സുകള്, സർവീസുകള്, ഫെസിലിറ്റീസ് അല്ലെ, നമുക്ക് എന്താണ് അവിടുത്തെ ലാസ്റ്റ് കസ്റ്റമർ വരെയും എത്തിച്ചു കൊടുക്കണ്ടേ? അതൊരു പ്രോസസ്സാണ് അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ ലോജിക്കൽ അസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സുകള്, സേവനങ്ങള് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പർച്ചേസ്, റിസോഴ്സ് മാനേജ് ചെയ്യണം അല്ലെ. നമ്മളിപ്പോ ലൈനില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടത്തുന്നത്, എല്ലാ കാര്യങ്ങളും എങ്ങനെയാ ചെയ്യുന്നത്? IT ആണോ? ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചാണോ? എത്ര സ്റ്റോക്ക് ഉണ്ട് അല്ലെ, എത്ര നമ്മൾ അവർക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ട്, എത്ര ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ലോജിക്കൽ അസസ്സുകള്. ക്ലിയർ ആയോ? പിന്നെ ചേഞ്ച് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് എന്താണ്? ഒരു ഹോസ്പിറ്റലില് എന്താണ് അവിടുത്തെ ഡിസ്ട്രപ്ഷൻസ്, അവിടെ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും പരമാവധി ഔട്ട്കമ്മുകൾ വർദ്ധിപ്പിക്കുക. ഔട്ട്കം വർദ്ധിപ്പിക്കാൻ എന്നാണ്? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുക അല്ലെ. അവിടെ നിന്ന് പേഷ്യൻസിന്റെ അസുഖങ്ങൾ മാറ്റുക. അപ്പൊ ആ ഒരു ഔട്ട്കം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഹോസ്പിറ്റലുകാർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കുറെ പ്രോസസ്സുകളും ടെക്നോളജീസ് ഒക്കെ ഉണ്ടാവില്ലേ? പ്രോസസ്സുകൾ, പ്രക്രിയകളും ടെക്നോളജീസ് ഒക്കെ ഉണ്ടാവില്ലേ?
ചിലപ്പോ മാനേജ്മെന്റിൽ വ്യത്യാസം വരുത്താം അല്ലെ, അല്ലെങ്കിൽ പുതിയ പുതിയ ടെക്നോളജീസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ പ്രക്രിയകൾ അവർ നടത്താം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ചേഞ്ച് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതില് നമ്മുടെ എന്താണ് പേഷ്യൻസിന്റെയും സ്റ്റാഫുകളുടെയും സാറ്റിസ്ഫാക്ഷൻ നോക്കുന്നുണ്ട്. കൂടാതെ പേഷ്യന്റിന്റെ സേഫ്റ്റി, ക്വാളിറ്റി ഓഫ് കെയർ, സ്റ്റാഫുകളുടെ സപ്പോർട്ട്, എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഹോസ്പിറ്റലുകളില് വരുത്തുന്ന ചേഞ്ചസ് ഇല്ലേ, ടെക്നോളജീസിലൊക്കെ വരുത്തുന്ന ചേഞ്ചസ്, അതിനെയാണ് ചേഞ്ച് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിസ്റ്റം ഓപ്പറേഷൻസ്. സിസ്റ്റം ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലെ, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റം ഓപ്പറേഷൻസ് ആൻഡ് ബാക്കപ്പ് ആൻഡ് റിക്കവറി. ബാക്കപ്പ് ആൻഡ് റിക്കവറി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ബാക്കപ്പ് ആൻഡ് റിക്കവറി? നമ്മൊരു സാധനം അല്ലെ എടുക്കുന്നതിന് മുമ്പ് നമ്മ അതിന്റെ എന്ത് ചെയ്യും, കോപ്പീസ് ഒക്കെ എടുത്തു വെക്കാറുണ്ടോ? അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് സ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ കോപ്പി എടുക്കും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, CD-യിലാക്കി വെക്കും, അല്ലെങ്കിൽ പെൻഡ്രൈവിലാക്കി വെക്കാറില്ലേ? അപ്പൊ അങ്ങനെയുള്ള ബാക്കപ്പുകള് ആൻഡ് റിക്കവറി. നമുക്കറിയാം, നമ്മുടെ മൊബൈലിൽ നിന്ന് ഒരു സാധനം ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് റിക്കവർ ചെയ്തെടുക്കാലോ വീണ്ടും. അതൊക്കെ എന്താണ്, ഇൻഫർമേഷൻ ടെക്നോളജി കൊണ്ടുള്ള ബെനിഫിറ്റ്സുകളല്ലേ അത്. നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെ, ഒരു കാലയളവിനുള്ളിലാണെങ്കിൽ നമുക്ക് അത് റിക്കവറി ചെയ്യാം അല്ലെ, വീണ്ടെടുക്കാൻ പറ്റും. ആണോ? അതൊക്കെ ഇൻഫർമേഷൻ ടെക്നോളജി കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ആണോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്സിൽ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിലെ IT-യുമായി ബന്ധപ്പെട്ട, ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിൽ എത്രത്തോളം കൃത്യതയുണ്ട്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം കൃത്യതയുണ്ട്, പേഷ്യൻസിന്റെ എന്താണ് ഇന്റേണൽ പേഷ്യന്റിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, അതായത് അവരുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ, അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ, അവരുടെ ട്രീറ്റ്മെന്റ് റെക്കോർഡുകൾ അവർ എത്രത്തോളം എന്താണ് സുരക്ഷിതമായിട്ടും കോൺഫിഡൻഷ്യലുമായിട്ട് സൂക്ഷിക്കുന്നു എന്ന് അവർ വിലയിരുത്തുന്നു. കൂടാതെ ഹോസ്പിറ്റലിലെ IT-യുമായി ബന്ധപ്പെട്ട് അല്ലെ, ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ലോജിക്കൽ അസസ്മെന്റ് വരുന്നുണ്ട്. ചേഞ്ച് മാനേജ്മെന്റ് അല്ലെ, എന്താണ് നമ്മുടെ ഔട്ട്കം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവിടുത്തെ പ്രവർത്തനങ്ങളിൽ എന്താണ് ഒരു ഡിസ്ട്രക്ഷനും വരാതിരിക്കാൻ വേണ്ടി അവർ പുതുതായി കൊണ്ടുവരുന്ന ടെക്നോളജീസ്, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ സിസ്റ്റം ഓപ്പറേഷൻസ്, പിന്നെ കൂടാതെ ബാക്കപ്പ് ആൻഡ് റിക്കവറി ഒക്കെ നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ മിസ്സിന്റെ അടുത്ത്, മിസ് പറഞ്ഞു തരാം. നെക്സ്റ്റ് ഓപ്പറേഷണൽ ഓഡിറ്റ്. Assess the organization control mechanism for their overall efficiency and reliability. എന്താണ് ഒരു ഓർഗനൈസേഷനിലെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയും വിശ്വസ്തതയ്ക്കും വേണ്ടി ഓർഗനൈസേഷനിലെ സംവിധാനങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെ, അസസ് ചെയ്യുന്നതാണ് ഓപ്പറേഷണൽ ഓഡിറ്റ്സ്. നമുക്കറിയാം ഹോസ്പിറ്റൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അല്ലെ, നിയന്ത്രണ സംവിധാനങ്ങളെ വിലയിരുത്തുന്നത് നമുക്കറിയാം. ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നുണ്ട്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നുണ്ട് അല്ലെ, പിന്നെ എന്താണ് ഔട്ട് പേഷ്യൻ ഡിപ്പാർട്ട്മെന്റിൽ, ഓപ്പറേഷൻ റൂമുകളിൽ അല്ലെ, ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടത്തെ കൃത്യതയും ആക്യുറസിയും കാര്യക്ഷമതയും വിലയിരുത്തുന്നതിന് വേണ്ടി അവിടുത്തെ നിയന്ത്രണ സംവിധാനങ്ങളെ വിലയിരുത്തുന്നതിനെയാണ് ഓപ്പറേഷണൽ ഓഡിറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ?
Next, performance audit. Evaluate whether the organization is meeting the metrics set management in order to achieve the goals and objectives specified by the board of directors. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ബോർഡ് പറയുന്ന കുറച്ച് അച്ചീവ് ചെയ്യേണ്ട കുറച്ച് ഗോൾസുകളും ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഓർഗനൈസേഷനും അവരുടെ ഗോൾ ഉണ്ടാവുമല്ലോ, ഉണ്ടാവോ? ആ ഒരു ഗോള് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവ്സ് അവര് സാറ്റിസ്ഫൈഡ് ചെയ്യുന്നുണ്ടോ, അവര് പൂർത്തിയാക്കുന്നുണ്ടോ, അവര് പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് ഓഡിറ്റ് ചെയ്യുന്നതിനെയാണ് പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. മെട്രിക്സ് എന്ന് പറഞ്ഞാല് കണക്കാക്കാം അല്ലെ, അളവ്. ആ ഒരു അളവ് സെറ്റ് ഓഫ് മാനേജ്മെന്റ് അവര് പറയുന്ന ആ ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സെറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പറയുന്ന സ്പെസിഫൈഡ് ആയിട്ടുള്ള ഗോൾസുകളും ഒബ്ജക്റ്റീവ്സും അവർ സാറ്റിസ്ഫൈഡ് ചെയ്യുന്നുണ്ടോ, അവര് പൂർത്തിയാക്കുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് പെർഫോമൻസ് ഓഡിറ്റ്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവരുടെ ഗോൾ എന്തായിരിക്കും? അവരുടെ ഗോള് ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അവിടെ വരുന്ന പേഷ്യന്റിന് എന്താ നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുക അല്ലെ? പേഷ്യന്റ് കെയർ, വെൽനെസ്, നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുക, ഗുഡ് ക്വാളിറ്റി ഉള്ള സർവീസുകൾ, ഗുഡ് സർവീസുകള്, ക്വാളിറ്റി ഉള്ള കെയേഴ്സ് അല്ലെ? അവർ പറയുന്ന സ്റ്റാൻഡേർഡുകൾ പാലിക്കുക അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ആ ഒരു ഗോൾസുകൾ അവർ സാറ്റിസ്ഫൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നതാണ് പെർഫോമൻസ് ഓഡിറ്റ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? മിസ് എന്നിട്ട്